ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മാതുലക്ഷ്മി. നമ്മൾ ഇത്രയും ദിവസവും കണ്ടുകൊണ്ടിരുന്നത് കട്ടപ്പന ഉത്സവത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ കട്ടപ്പന ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു വർഷം നമ്മുടെ കട്ടപ്പന കാത്തിരിക്കുന്ന മഹാഘോഷയാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 കരകളിൽ നിന്ന് ആരംഭിച്ച് കട്ടപ്പന ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 7 മണിയോടുകൂടി തുടങ്ങുന്ന ഘോഷയാത്ര അവസാനിക്കുന്നത് 10-11 സമയങ്ങളിലാണ്. അത്രയും ആഡംബരത്തോടെയും അത്രയും അത്ഭുതത്തോടെയും നിറഞ്ഞുള്ള ഈ ഘോഷയാത്ര കാണാനായിട്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പം നമുക്ക് ഘോഷയാത്രയുടെ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഇന്നത്തെ ഈ ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ താലം എടുക്കുന്നുണ്ട്, നീരാഞ്ജന താലം എടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും നടക്കില്ല. എന്നാലും ഇപ്രാവശ്യം ഞാൻ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ തുമ്പച്ചനാണ്. തുമ്പച്ചന് വേണ്ടിയാണ് നമ്മുടെ നീരാഞ്ജന താലം എടുക്കുന്നത്. അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4:30 ആയപ്പോൾ ഞാൻ അവിടുന്ന് ജോലിസ്ഥലത്തു നിന്ന് ഇറങ്ങി വേഗം തന്നെ വീട്ടിൽ ചെന്ന് താലമെല്ലാം സെറ്റാക്കി നമ്മുടെ ശാഖയിലേക്ക് വരികയായിരുന്നു. വന്നതിന് ശേഷം അവിടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി അവിടെ നിന്നാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. 6:30 തന്നെ നമ്മൾ ഘോഷയാത്ര പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. തെയ്യവും അങ്ങനെ ഓരോ കലാപരിപാടികളോടുകൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പൂത്താലാണ്, പിന്നീട് നമ്മുടെ നീരാഞ്ജന താലാണ്. അങ്ങനെ ഒരുപാട് പേര് നിരന്ന് നിന്ന് നീരാഞ്ജന താലം എടുക്കുകയാണ്. ദിവ്യചേച്ചിയുണ്ട്, രയിച്ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബിന്ദുചേച്ചിയുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരോടും കൂടി ചേർന്നിട്ട് നമുക്ക് നിർബന്ധമായിട്ടും എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാവരും തന്നെ വേണമെന്നാണ്. അത് എല്ലാവരും തന്നെ പാലിക്കാറുണ്ട്. എല്ലാവരും കൂടി നമ്മുടെ ഒരു കര കൂടിയാണ് പോകുന്നത്. വലിയ കണ്ടം വെള്ളയാങ്കുടിക്കരയാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഘോഷയാത്രയുടെ കൂടെ നീങ്ങുകയാണ്. കട്ടപ്പന ടൗണിലെത്തുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ആളുകളാൽ സമൃദ്ധമാണ് കേട്ടോ. നമുക്ക് ഘോഷയാത്രയ്ക്ക് നീങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ജനങ്ങളാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നീരാഞ്ജന താലം ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് തുമ്പച്ചനൊന്നും കാണാൻ പറ്റിയില്ല. തെയ്യമുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട്. ഒരുപാട് കലാപരിപാടികളോടുകൂടിയാണ് നമ്മുടെ വലിയ കണ്ടം വെള്ളയാങ്കുടിക്കരയുടെ ഘോഷയാത്ര പോകുന്നത്. നമ്മൾ ഇടുക്കിക്കവലെ ചെന്നതിന് ശേഷം എല്ലാ കരകളും ഒത്തുചേർന്ന് അവിടെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഘോഷയാത്രയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
Thank you.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഘോഷയാത്ര ഒരു 10:30 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നമ്മൾ 4ാമത്തെ ഘോഷയാത്രയിൽ 4ാമത്തെ ഇതിലായിരുന്നു നമ്മൾ നിന്നത്. 5 കരകളിൽ 4ാമത്തെ കരയായിട്ടാണ് നമ്മൾ നിന്നത്. അതുകൊണ്ട് കുറച്ച് താമസിച്ചു. 9:30 തന്നെ ഘോഷയാത്രകൾ ഓരോന്നും അമ്പലത്തിൽ എത്തിച്ചേരാൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇനി നമ്മുടെ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടി 1 വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര ആവേശമുള്ള ഒന്നാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാഘോഷയാത്ര. അപ്പം ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൈ നിറഞ്ഞുണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അപ്പം തുമ്മിശം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അയ്യപ്പന് വേണ്ടിയല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മാധു സജിത്ത് എന്നാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറ്റിവിടണമെന്ന് അറിയിക്കുന്നു. ഉത്തരം തിരുനാൾ മഹോത്സവത്തിനനുസരിച്ചുള്ള എല്ലാ ഘോഷയാത്രകളും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.